സോഹോ FSM മൊബൈൽ ആപ്പിൽ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹോം പേജിലെ ബോട്ടം ബാറിൽ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ വർക്ക് ഓർഡർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എസ്റ്റിമേറ്റ്സ് ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ എസ്റ്റിമേറ്റ്സും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ഫോം ലോഡായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ദെൻ സർവീസ് ചെയ്യേണ്ട അസറ്റ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. വൺസ് നമ്മൾ അസറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആയിട്ടുണ്ടാകും. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സർവീസ് അഡ്രസ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് സർവീസ് ലൈൻ ഐറ്റം ആൻഡ് പാർട്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സർവീസ് ലൈൻ ഐറ്റംസിൽ തന്നെ ന്യൂ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്യാം. അതിൽ ആഡ് ന്യൂ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്യാം. അതിൽ സർവീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഓൾറെഡി ഉള്ള സർവീസ് സാധനങ്ങൾ ലോഡായിട്ട് വരും. ദെൻ നമുക്ക് നമ്മുടെ സർവീസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൈസ് ഓട്ടോമാറ്റിക്കലി അതിൽ എൻ്റർ ആയിട്ടുണ്ടാകും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പാർട്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് പാർട്സ് അപ്ഡേറ്റ് ചെയ്യാം. അതേമാതിരി തന്നെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് സേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാർട്സ് എൻ്റർ ആയിട്ടുണ്ട്. ഇതിലിപ്പം ലൈൻ ഐറ്റം ആൻഡ് പാർട്സ് ആഡ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ സേവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. പിന്നെ അതിലുള്ള മോർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. താങ്ക് യു.